നമസ്കാരം. 2024-25 അക്കാദമിക് വർഷം മുതൽ, അതായത് ഈ വർഷം മുതൽ കേരളത്തിലെ കോളേജുകളിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിലും രക്ഷിതാക്കളുടെ ഇടയിലും ധാരാളം സംശയങ്ങൾ നിലനിൽപ്പുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്ക് മറുപടി നൽകുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, എന്താണ് 4 വർഷ ബിരുദ പ്രോഗ്രാം അഥവാ FYUGP? FYUGP എന്നാൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നതാണ് അർത്ഥം. പരമ്പരാഗതമായി നമ്മുടെ കോളേജുകളിൽ നടത്തി വരുന്നത് 3 വർഷ ബിരുദ പ്രോഗ്രാമുകളാണ്. ഇതിൽ നിന്നും വിഭിന്നമായി ഈ വർഷം മുതൽ നടപ്പിൽ വരാൻ പോകുന്നത് 4 വർഷ ബിരുദ പ്രോഗ്രാമുകളാണ്. എന്നിരുന്നാലും ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമുണ്ടെങ്കിൽ 3-ാം വർഷം തൻ്റെ പഠനം അവസാനിപ്പിച്ച് ഒരു ബിരുദം നേടി പോകാനുള്ള സാധ്യതയും ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ 4-ാം വർഷവും പഠനം തുടരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ലഭിക്കുന്ന ഡിഗ്രി എന്നത് അറിയപ്പെടുന്നത് ഓണേഴ്സ് ഡിഗ്രി എന്ന പേരിലാണ്. ഈ ഓണേഴ്സ് ഡിഗ്രി തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് ഓണേഴ്സ് ഡിഗ്രി, 2 ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച്. ഇതിൽ ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് എന്നത് ഉദ്ദേശിക്കുന്നത് ഗവേഷണ ആഭിമുഖ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിഗ്രി പഠനകാലത്ത് തന്നെ ഗവേഷണത്തിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ആവശ്യമായ അറിവുകളും പകർന്ന് കൊടുക്കാൻ ഉള്ള ഒരു രീതിയാണ്, ഒരു കരിക്കുലമാണ് ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നതിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും വളരെ ചിന്തിച്ച് കൃത്യമായ ആസൂത്രണത്തോടു കൂടി വേണം 4 ഇയർ UG പ്രോഗ്രാമിനെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സമീപിക്കുവാൻ. എന്താണ് 4 വർഷ ബിരുദ പ്രോഗ്രാം പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ? പല പ്രയോജനങ്ങളുമുണ്ട്. 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായി, 4 വർഷ ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ അഥവാ UGC നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് പരീക്ഷ എഴുതുവാനായുള്ള അവസരമുണ്ട്, അതിനായുള്ള അനുമതിയുണ്ട്. ഇതുവഴി PhDക്ക് പ്രവേശനം നേടുകയും PG പഠനത്തിലൂടെ അധികമായി ചിലവഴിച്ചു പോകുമായിരുന്ന 1 വർഷം ലാഭിക്കുകയും ചെയ്യാം. രണ്ടാമതായി, BSc അല്ലെങ്കിൽ BA ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് 4-ാം വർഷം ലഭിക്കുന്ന അറിവുകൾ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം റിസർച്ചിന് പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് UGC നിഷ്കർഷിച്ചിരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തൻ്റെ റിസർച്ച് പൂർത്തിയാക്കുവാനും അങ്ങനെ വളരെ പെട്ടെന്ന് PhD ബിരുദം നേടുവാനും സാധിക്കും. ഇതും സമയലാഭം നൽകുന്ന ഒരു കാര്യമാണ്. എന്തു തന്നെയാണെങ്കിലും ഡിഗ്രി പഠനകാലം ഏത് കോളേജിൽ വേണം എന്ന് തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. വളരെ പ്രത്യേകിച്ചും ഗവേഷണ അഭിരുചിയുള്ള വിദ്യാർത്ഥികൾ. ഗവേഷണത്തിന് പോകാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ഗവേഷണത്തിനായുള്ള സാധനങ്ങളും സാമഗ്രികളും സൗകര്യങ്ങളും അതിന് ആവശ്യമുള്ള അധ്യാപകരും ഉള്ള വലിയ കോളേജുകൾ, ധാരാളം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ റിസർച്ചുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് 4 വർഷ UG പ്രോഗ്രാമുകളുടെ പഠന രീതി? ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടി വരിക? ഇപ്പോൾ നിലവിലുള്ള 3 വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ ഒരു മെയിൻ സബ്ജക്റ്റും 2 കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകളുമാണ് പഠിക്കുക. ഇതിനു പുറമെ 1-ാം ഭാഷയായ ഇംഗ്ലീഷും 2-ാം ഭാഷയായ ഹിന്ദിയോ മലയാളമോ സുറിയാനിയോ പോലെയുള്ള മറ്റ് ഭാഷകളും പഠിക്കുന്നുണ്ട്. എന്നാൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ കഥ വ്യത്യസ്തമാണ്. ഇവിടെ പലതരത്തിലുള്ള മാർഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് സ്വീകരിക്കാം. ഓരോ മാർഗത്തെയും വിളിക്കുക അക്കാദമിക് പാത്വേ എന്നുള്ളതാണ്. പലതരത്തിലുള്ള അക്കാദമിക് പാത്വേകളുണ്ട്. അത് വിദ്യാർത്ഥിയുടെ ഇഷ്ടാനുസരണം അഭിരുചിക്കനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതുമാണ്. ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ പറയാം. 1, മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനേഴ്സ്. ഈ പാത്വേ ആണ്
ഇപ്പോൾ നിലനിൽക്കുന്ന ഡിഗ്രി പ്രോഗ്രാമുകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഇവിടെ ഒരു മേജർ സബ്ജക്റ്റ് പഠിക്കുകയും 2 മൈനർ സബ്ജക്റ്റുകൾ പഠിക്കുകയും ചെയ്യുന്നു. മേജർ സബ്ജക്റ്റിനാണ് ഏറ്റവും അധികം ഗ്രേഡ് പോയിൻ്റ് ഉണ്ടായിരിക്കുക. ഇതുപോലെയുള്ള മറ്റൊരു പാത്വേയാണ് സിംഗിൾ മേജർ. ഇവിടെ ഒരു മേജർ സബ്ജക്റ്റ് പഠിക്കുന്നു, അതോടൊപ്പം 3 അതിലധികമോ മൈനർ സബ്ജക്റ്റുകളും പഠിക്കുന്നു. ഇതിൽ മേജർ സബ്ജക്റ്റാണ് നമ്മുടെ ഡിഗ്രിയായി നമുക്ക്